കഥ പറയാൻ തൻ്റെ അടുത്ത് വന്ന ചെറുപ്പക്കാരനെ കൊണ്ട് നീ തന്നെ ഈ സിനിമയുടെ സംവിധായകനായാൽ മതി എന്ന് മമ്മൂക്ക നിർബന്ധിച്ച് പറഞ്ഞ് സംവിധാനം ചെയ്യിപ്പിച്ചിട്ടുള്ള സിനിമയാണ് ബസൂക്ക. ഡീനോ ഡെന്നിസ് ആണ് ഈ സിനിമയുടെ സംവിധായകൻ. കലൂർ ഡെന്നിസിൻ്റെ മകൻ. മമ്മൂക്കയാണ് ഇതിലെ നായകൻ. മലയാളത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഗെയിമിംഗ് പാറ്റേണിലാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. ഒരു ഫ്രഷ് കോൺസെപ്റ്റാണ് എന്ന് വേണമെങ്കിൽ ഈ സിനിമയെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഇങ്ങനത്തെ ഒരു തീമിൽ സിനിമ കഥ പറഞ്ഞു പോയിട്ടില്ല. ഡീനോ ഡെന്നിസിൻ്റെ സംവിധാനത്തിലേക്ക് വരുമ്പോൾ തന്നെ ഒരു നവാഗത സംവിധായകൻ്റെ ഡ്രോബാക്കുകൾ നമ്മൾ സിനിമ പുരോഗമിക്കുമ്പോൾ പല സീനുകളിലും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സിനിമയുടെ തീമാണെങ്കിൽ ഒരു ഫ്രഷ് കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ സിനിമ ആ പറഞ്ഞു പോകുന്ന ആ ഒരു സ്പീഡായാലും അല്ലെങ്കിൽ ആ സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ള കഥാപാത്രങ്ങളിൽ നമുക്കൊരു ഡെപ്ത് ഫീൽ ചെയ്യുന്നില്ല. കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലും അതുപോലെ തന്നെ VFX വർക്കുകൾ, സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഇതിലായാൽ പോലും പ്രേക്ഷകനെ എൻഗേജ് ചെയ്യിപ്പിച്ച് നിർത്താനുള്ള ഒരു എലമെൻറ്റ്സ് പല സ്ഥലത്തും മിസ്സായതായിട്ടാണ് പേഴ്സണലി ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത് 151 മിനിറ്റോളമാണ്. അപ്പോൾ ഈ 151 മിനിറ്റോളം നമുക്ക് തിയേറ്ററിൽ മസ്റ്റായിട്ട് നമുക്ക് എൻഗേജ് ചെയ്തിരുന്ന് ഒരു സീറ്റേജിലിരുന്ന് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ത്രില്ലർ മോഡിലൂടെ പോകുന്നൊരു സിനിമയൊന്നുമല്ല, ഒരു ഗെയിമിംഗ് പാറ്റേണിലൂടെ. ഈ സിനിമയിലൊരു വീഡിയോ ഗെയിം മോഡലിലാണ് സിനിമയുടെ കൺസെപ്റ്റ് മുന്നോട്ട് പോകുന്നത്. ആ ഒരു ഗെയിം പാറ്റേണിലേക്ക് പ്രേക്ഷകനെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ടും വിജയിച്ചോ എന്ന കാര്യത്തിൽ എനിക്ക് പേഴ്സണലി അങ്ങനെ ഇല്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റമായിട്ടാണ് ബസൂക്കയെ തോന്നിയിട്ടുള്ളത്. ഇനി എല്ലാവരും പറയുന്ന പോലെ അവസാനത്തെ 30 മിനിറ്റിൽ ഈ സിനിമയിൽ കത്തിച്ചു പുകച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പേഴ്സണലി ഇപ്പോൾ കണ്ടുവരുന്ന സിനിമയിലെല്ലാം കാണുന്ന ഒരു ട്വിസ്റ്റ് ആൻഡ് സർപ്രൈസാണ് ഈ സിനിമയിലും കാണാൻ വേണ്ടി പറ്റുന്നത്. അതുകൊണ്ട് തന്നെ പേഴ്സണലി എനിക്കതൊരു വലിയൊരു ട്വിസ്റ്റായിട്ടോ അല്ലെങ്കിൽ വലിയൊരു കത്തിക്കലായിട്ടോ ഫീൽ ചെയ്തിട്ടില്ല. ഓവറോൾ ഒരു ഫ്രഷ് കോൺസെപ്റ്റ് ആയിരുന്നു. നല്ല രീതിയിൽ ആ സിനിമ മേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഹാഫ് കുക്ക്ഡ് ഐറ്റമായിട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് വന്നതെന്നാണ് പേഴ്സണലി എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. അത്രയ്ക്ക് ഒരു മസ്റ്റ് വാച്ച് റെക്കമെൻഡഡ്, തിയേറ്റർ വാച്ച് റെക്കമെൻഡഡ് ചെയ്യുന്ന സിനിമയൊന്നും അല്ല ബസൂക്ക.